ഇനി ചൂട് കാലാവസ്ഥ വരിക. ഈ ചൂട് കാലാവസ്ഥയിൽ നമുക്ക് കോഴിമുട്ടകളും താറാമുട്ടകളും കാടമുട്ടകളൊക്കെ നമുക്ക് തോന്നെ ദിവസം വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു മാർഗ്ഗം ഒരു തെർമോക്കോളിൻ്റെ ബോക്സ്, സാധാ തെർമോക്കോളിൻ്റെ ബോക്സ് എടുക്കുക. എന്തിനാണ് ഇതൊരു ബോക്സ് എടുത്തിട്ട് ഇത് ഐസാണ്, ഐസ് കട്ടയാക്കിയതാണ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഐസ് കട്ടയാക്കിയ സാധനം ഇതിൽ വെച്ച് കൊടുക്കുക. ഈ ബോക്സിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ മുട്ടകൾ ഈ ട്രേ ഉണ്ടല്ലോ, നമുക്ക് ട്രേയിലോ അല്ലെങ്കിൽ നമുക്ക് പാത്രത്തിലോ എങ്ങനെയും വെക്കാം. നമ്മൾ ട്രേ ഉണ്ടായത് കൊണ്ടാണ് അപ്പോൾ ഇതിങ്ങനെ വെക്കണത്. അതൊരു ദിവസത്തെ താറാമുട്ടയാണ്, ഇത് ഇന്നത്തെ കോഴിമുട്ടയാണ്. ഈ ബാക്കിയുള്ളത് ഇതേമാതിരി തന്നെ ഇതിൻ്റെ മുകളിൽ കട്ടിയിട്ടാൽ മതി. ഒരു ദിവസം കട്ടിട്ടും ബാക്കി. പിന്നെ ബാക്കി നമുക്ക് കാടമുട്ട ഉണ്ട്. കാടമുട്ട എന്താ കിട്ടുക, ഇതേമാതിരി ഒരു പാത്രത്തിലിടുക, ഈ കറക്കി വെച്ച് കൊടുക്കുക. ഈ ശ്രദ്ധിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സ് നമ്മൾ അടച്ചു വെക്കണം. അടച്ചു വെക്കുമ്പോൾ ഇതിൽ ഐസ് ഒരു 3 ദിവസം കൂടുമ്പോൾ അതേമാതിരി ഒരു ചെറിയ കട്ട ഒരു കുപ്പിയിലാക്കി വെച്ചാൽ മതി. ഇതിൽ സാധാരണ ഒരു സാധനത്തിൻ്റെ കുപ്പിയിൽ ഒരു കുപ്പി വെള്ളം ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ അത് കട്ട അയക്കാണ്ട് ഇതിൽ വെക്കുക. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ച് നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കിയാൽ തന്നെ നമുക്കിതിൽ കാണാം മുട്ടയ്ക്ക് ചെറിയൊരു തണുപ്പ്. കൂടുതൽ തണുപ്പ് വരില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആ തണുപ്പ് വരുമല്ല, ഇതിൽ ചെറിയ തണുപ്പ്, കാരണം മുട്ട ചൂട് വരില്ല. ഇപ്പോൾ നമുക്കൊരു 10 ദിവസം എടുത്ത് വെച്ചിട്ട് നമുക്കിത് വിരിയിക്കണമെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. മറ്റേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 24 മണിക്കൂറിലേറെ നമ്മൾ പുറത്ത് വെക്കണം. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു 2-3-4 മണിക്കൂർ എടുത്ത് വെച്ചാൽ തന്നെ കാരണം ഇത് വിരിഞ്ഞ് കിട്ടുമൊക്കെ. കാരണം നമ്മൾ എല്ലാ വർഷത്തും ഇതേമാതിരി തന്നെ ചെയ്യില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും ഇതൊരു ഉപകാരപ്പെടുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതേമാതിരിയുള്ള പുതിയ പുതിയ വീഡിയോകൾ വരും. KK ഇൻക്യുബേറ്ററിൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.